ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൈലം. ഐഷമിസാണ്, നിങ്ങളുടെ സ്വന്തം എയുമാണ്. അപ്പോൾ മക്കളെ, ഓണം എക്സാമിന് ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങളാണ് നമുക്ക് മുമ്പിലുള്ളത്. നമ്മളെ ടൈം ടേബിൾ പ്രകാരം തന്നെ എക്സാം നടക്കും എന്നുള്ള ന്യൂസൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. പേടിക്കാനൊന്നും ഇല്ലടാ, എക്സാം നടക്കേണ്ട സമയത്ത് തന്നെ നടക്കട്ടെ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെക്കേഷനായി ബാക്കി പരിപാടിയിലേക്കൊക്കെ പോവാലോ. വെറുതെ എന്തിനെങ്ങനെ ടെൻഷൻ കൂട്ടി വെക്കുന്നത്. ഓക്കെ, സോ ഇന്നത്തെ ഈ ഒരു സെഷനിൽ മിസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പീലിയുടെ ഗ്രാമം ഉണ്ടല്ലോ, പീലീസ് വില്ലേജ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് മിസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പം പെട്ടെന്ന് തന്നെ മാക്സിമം ഫ്രണ്ട്സിന് നിങ്ങൾ എന്ത് ചെയ്യുക, അവരും വെറുതെ ഇരിക്കുകയായിരിക്കും, അവർക്ക് ഒന്ന് ഈ ലിങ്ക് ഒന്ന് വീഡിയോയുടെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ താഴെ ലൈക്ക് ബട്ടൺ ഉണ്ട്, കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് ലൈക്ക് ബട്ടണും ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ചാപ്റ്ററിലേക്ക് പോകാം അല്ലേ. അപ്പോൾ പീലിയുടെ ഗ്രാമത്തിൽ നമ്മൾ ആരെ കുറിച്ചിട്ടൊക്കെയാണ് പഠിച്ചത്? 4 സുഹൃത്തുക്കളെ, അവിടെ ഒരു ഗ്രാമത്തിലേക്ക് പോയതാണ് അല്ലേ. യെസ്, 4 ഫ്രണ്ട്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, പീലീസ് വില്ലേജ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ആരൊക്കെയാണ് സുഹൃത്തുക്കള്? നമ്മുടെ നീനു ഉണ്ട്, അപ്പു ഉണ്ട്, പിന്നെ എന്താ വിക്കി ഉണ്ട്, ആൻഡ് ചമേലി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവർ ആ ഒരു ഗ്രാമത്തിൽ പോയി അവിടെ ഉണ്ടായിരുന്ന, അവിടെ ആസ്വദിച്ച കാര്യങ്ങളൊക്കെ കുറിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് അല്ലേ. ഓക്കെ, സോ ഈ ചാപ്റ്ററിൽ നിന്നിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള പ്രധാന ചോദ്യങ്ങൾ ഏതാണെന്ന് നമുക്ക് നോക്കിയാലോ. ഏതാണെന്ന് നോക്കാം കേട്ടോ. യെസ്, ഒന്നാമത്തെ ചോദ്യം നമുക്കിതാ പ്രതീക്ഷിക്കാൻ പറ്റുന്നത് ഇതാണ്. In Pili's village, you can see Pili's friends introducing themselves. Introduce yourself and create an extended personal profile by adding your hobbies, wishes and dreams. പീലിയുടെ ഗ്രാമത്തിൽ നമുക്ക് കാണാം, പീലിയുടെ സുഹൃത്തുക്കൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്വയം പരിചയപ്പെടുത്തുന്നുണ്ട് അല്ലേ. ഞാൻ നീനു, എൻ്റെ പേര് അപ്പു, ഞാൻ ഇവിടെയാണ് താമസിക്കുന്നത്, എൻ്റെ അച്ഛൻ ഇതാണ്, എൻ്റെ അമ്മ ഈ ജോലി ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ സെൽഫ് ഇൻട്രൊഡക്ഷൻ നടത്തുന്നുണ്ട് അല്ലേ. യെസ്, അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളുടെ ഹോബികളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ചേർത്തുകൊണ്ട് സ്വയം പരിചയപ്പെടുത്തുകയും വിപുലീകൃത വ്യക്തിഗത പ്രൊഫൈൽ സൃഷ്ടിക്കുകയും ചെയ്യുക എന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ എഴുതാം? യെസ്, ഹായ് എവ്രി വൺ, മൈ നെയിം ഈസ് ഐഷ. എൻ്റെ പേര് ഐഷ എന്നായതുകൊണ്ട് ഞാൻ ഐഷ എന്ന് എഴുതാം, നിങ്ങളും ഐഷ എന്ന് എഴുതരുത് കേട്ടോ. നിങ്ങളെ പേര് എഴുതി കൊടുക്കുക. മൈ ഡ്രീം വാസ് ടു ബിക്കം എ ടീച്ചർ ആൻഡ് നൗ ഐ ആം. അല്ല, എൻ്റെ ഡ്രീം തന്നെ ഒരു ടീച്ചർ ആവാനായിരുന്നു, ഇപ്പം മിസ് ഒരു ടീച്ചറായി മാറിയിട്ടുണ്ട്. ഐ ലവ് ലേണിംഗ് അബൌട്ട് ന്യൂ തിങ്സ് ആൻഡ് എക്സ്പ്ലോറിംഗ് ഡിഫറെൻറ്റ് സബ്ജക്ട് ഇൻ മൈ ഫ്രീ ടൈം. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, നല്ലോണം പാട്ടൊക്കെ കേൾക്കാറുണ്ട്. ഐ എം ഓൾവേസ് ഹാപ്പി ടു ഹെൽപ്പ് മൈ ഫ്രണ്ട്സ് ആൻഡ് ഐ ലൈക്ക് ടു മേക്ക് പീപ്പിൾ സ്മൈൽ. പിന്നെ എന്ത് ചെയ്യാം, നമുക്കിതിൽ കൂടാതെ മൈ ഫാദേഴ്സ് നെയിം ഈസ് പറഞ്ഞിട്ട് പേര് കൊടുക്കാം. ഹീ ഈസ് എന്താണ് ജോലി എന്നുള്ളത് കൊടുക്കാം. അതേപോലെ തന്നെ മൈ മദേഴ്സ് നെയിം ഈസ് പേര് കൊടുക്കാം. ഷീ ഈസ് എന്താണെന്നുള്ളത് കൊടുക്കാം. അപ്പം നിങ്ങളും എന്ത് ചെയ്യുക, നിങ്ങളുടെ കുറിച്ചിട്ടുള്ളൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ എഴുതാനാണ് ഇവിടെ ചോദ്യമായിട്ട് വരാൻ ചാൻസ് ഉള്ളത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാൽ, വാട്ട് വിൽ യു ടേക്ക് അലോങ് വിത്ത് യു ഫോർ ദ ട്രിപ്പ്? വാട്ട് ആർ ദ തിങ്സ് യു വിൽ തിങ്ക് അബൌട്ട്? ഓക്കെ, അതങ്ങനെ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ അല്ല, എന്നാലും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇങ്ങനെ ഒരു യാത്രയ്ക്ക് പോവുകയാണെങ്കിൽ മക്കൾ എന്താണ് കയ്യിൽ കരുതുക എന്നാണ് ചോദിച്ചത്. നമ്മൾ എന്തൊക്കെ എടുക്കും? ഡ്രസ്സ്, ഷൂസ്, വാട്ടർ ബോട്ടിൽ, ക്യാമറ, സ്നാക്സ്, ഫോട്ടോ എടുക്കണമല്ലോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കയ്യിൽ കരുതുന്നതാണ് അല്ലേ. ഐ തിങ്ക് അബൌട്ട് വാട്ട് ഫുഡ് വിൽ ബി അവൈലബിൾ ടു ഈറ്റ്. നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ അവിടെ എന്താണ് കഴിക്കാനുണ്ടാവുക എന്ന് നമ്മൾ ആദ്യം ചിന്തിക്കുക, എന്താണ് അവിടുത്തെ സ്പെഷ്യൽ ഫുഡ് എന്നുള്ള കാര്യം കേട്ടോ. ആൻഡ് എങ്ങനെയായിരിക്കും ആ സ്ഥലം, നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കുമോ, എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പുതിയ സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട് അല്ലേ. യെസ്, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, ഇമാജിൻ പീലീസ് വില്ലേജ് ആൻഡ് ഡ്രോ ഇറ്റ്. പീലിയുടെ വില്ലേജ് നല്ലോണം വരയ്ക്കാനാണ് പറഞ്ഞത്. ഡോണ്ട് യു ഹാവ് സംതിങ് ടു സേ അബൌട്ട് പീലീസ് വില്ലേജ്? റൈറ്റ് ഹൗ ദ സൈറ്റ് ഓഫ് ദ വില്ലേജ് ഇൻഫ്ലുവൻസ് യു. പീലിയുടെ ഗ്രാമം സങ്കല്പിച്ചിട്ട് നമ്മൾ വരയ്ക്കണം. എന്നിട്ട് പീലിയുടെ ഗ്രാമത്തെ കുറിച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ എങ്ങനെ ആസ്വദിച്ചു, എങ്ങനെ അത് സ്വാധീനിച്ചു എന്നുള്ള കാര്യങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിക്ചർ, ഒരു ഗ്രാമത്തിൻ്റെ പിക്ചർ വരയ്ക്കാം അല്ലേ. യെസ്, മരങ്ങളും ചെടികളൊക്കെ ഉള്ള, പിന്നെ എന്താണ് വീടൊക്കെ ഉള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള
ഒരു ഗ്രാമം വരയ്ക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ വേണമെങ്കിലും കുറച്ച് പുഴയൊക്കെ നിന്നോട്ടെ, നല്ല റിവേഴ്സൊക്കെ ഫ്ലോ ചെയ്യുന്ന റിവേഴ്സൊക്കെ വരച്ചിട്ട് ഒരു ബ്യൂട്ടിഫുൾ പിക്ചർ നിങ്ങൾ വരയ്ക്കുക. എന്നിട്ട് നിങ്ങളോട് എന്തിനെക്കുറിച്ച് എഴുതാനാണ് പറഞ്ഞത്, അതെങ്ങനെയാണ് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തതെന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പീലിയുടെ വില്ലേജ് വളരെ പീസ്ഫുൾ ആണല്ലേ, വളരെ സമാധാനപരമായിട്ടുള്ള ഒരു വില്ലേജ് ആയിരുന്നു. അവിടെ ഒരുപാട് കുളങ്ങളുണ്ട്, പിന്നെ ചിൽഡ്രൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പൂളിൽ സ്വിം ചെയ്യുന്നുണ്ട്. ആൻഡ് പാഡി ഫീൽഡ്സ് അല്ലേ, നെൽക്കതിരുള്ള പാടങ്ങളുണ്ട്. ആൻഡ് ബുള്ളോക്ക് കോമ്പറ്റീഷൻ ഉണ്ട്. ആൻഡ് വേരിയസ് ഫെസ്റ്റിവൽസ് ഇവിടെ നടക്കുന്നുണ്ട്, പീലിയുടെ ഗ്രാമത്തിൽ നടക്കുന്നുണ്ട്. അപ്പം നല്ല രസമുണ്ട്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വില്ലേജ് ആണ് നമുക്ക് എവിടെ കാണാൻ പറ്റുന്നത്, പീലിയുടെ ഗ്രാമത്തിൽ കാണാൻ പറ്റുന്നത്. ഇനി അവസാനമായിട്ട് ഈ ഒരു ചോദ്യം കുറച്ചധികം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പ്രിപ്പയർ എ ക്വസ്റ്റ്യനെയർ ഫോർ ഇന്റർവ്യൂയിങ് ആരെ പീലീസ് ഫാദർ. പീലിയുടെ അച്ഛൻ ഒരു കിഡിലൻ ഫുഡ് തന്നിരുന്നു അല്ലേ, അയ്യോ വീട്ടിൽ നിന്ന്. യെസ്, പീലിയുടെ പിതാവിനെ അഭിമുഖം ചെയ്യുന്നതിനായി ഒരു ചോദ്യാവലി തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം? ഹൗ ടു കുക്ക് സച്ച് എ ഡെലിഷ്യസ് ഫിഷ് കറി. എങ്ങനെ അച്ഛാ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഈ ഒരു മീൻ കറി നമുക്ക് വെക്കാൻ പറ്റുക? പിന്നെ എന്തൊക്കെ ക്രോപ്സുകളാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, പാടത്ത് നടുന്നത് അല്ലെ? വാട്ട് കൈൻഡ് ഓഫ് ക്രോപ്സ് ഡു യു ഗ്രോ? വാട്ട് ആനിമൽസ് ആർ റേസ്ഡ്? എന്തൊക്കെ മൃഗങ്ങളെയാണ് നിങ്ങൾ വളർത്തുന്നത്? വാട്ട് മെഷേഴ്സ് ആർ ടേക്ക് ടു പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് പെസ്റ്റ് അല്ലെ, കീടനാശിനികളിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? തുടങ്ങിയ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ആരോട് ചോദിക്കാം? പീലിയുടെ അച്ഛനോട് ചോദിക്കാം അല്ലെ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനെയർ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് മക്കൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക കേട്ടോ. ആ പേര് കാണുമ്പോൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട, സിമ്പിൾ ആയിട്ട് അച്ഛനോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ വേർഡ്സിൽ തന്നെ എഴുതി വെച്ചാൽ മതി. ഓക്കെ, സോ ഇത്രയാണ് പീലീസ് വില്ലേജ് എന്ന ചാപ്റ്ററിൽ നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പൊ മക്കളെ, എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹാപ്പി ന്യൂസ് കൂടെ നിങ്ങൾക്ക് പറയാനുണ്ട്. അത് ഒന്നാമത്തെ ഹാപ്പി ന്യൂസ് എന്ന് പറയുന്നത്, നമ്മൾ സൈലത്തിന്റെ ബാച്ച്, ഓക്കെ, നമ്മളുടെ ക്ലാസ് 5 ബാച്ച് ഇപ്പം നമ്മുടെ പൃഥ്വി ബാച്ച് നോക്കുവാണെങ്കിൽ 10% ഓഫറോട് കൂടിയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. 10% നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ചെയ്തിട്ട് നമ്മളെ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള വളരെ നല്ലൊരു അവസരമാണ്. ലിമിറ്റഡ് ടൈം ഓഫറാണ്. ഓഫർ എപ്പോൾ വേണമെങ്കിലും നമുക്ക് അവസാനിക്കും. ഇപ്പം തന്നെ എൻറോൾമെന്റ് കൂടുതലായി എന്നൊക്കെ ന്യൂസ് കേൾക്കുന്നുണ്ട്. അപ്പം നിങ്ങളും ഇനി ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ അവസരം മിസ്സാക്കരുത് മക്കൾ. പെട്ടെന്ന് എന്ത് ചെയ്യുക, ഈ ഒരു സ്കാനറുമായി നിങ്ങൾക്ക് സ്കാൻ ചെയ്തിട്ട് പേയ്മെന്റ് നടത്തി ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ കുറച്ചുകൂടി ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, 9995 400 800 എന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അവർ കുറേ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരും കേട്ടോ. ഓക്കെ, സോ നമുക്ക് മെയിനായിട്ട് ബേസ് പ്ലാനും ഇൻഫിനിറ്റി പ്ലാനും ഉണ്ട്. അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ ബസ് ഇവിടെ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് എല്ലാത്തിലും എന്തുണ്ടാവും, ക്ലാസ്സസ് ഉണ്ടാവും, നോട്ട്സ് ഉണ്ടാവും, ടെസ്റ്റുകൾ ഉണ്ടാവും. അതിന് പുറമെ ഇൻഫിനിറ്റിയിലേക്ക് കിടക്കുമ്പോൾ കുറച്ചുകൂടെ പ്രീമിയം ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു എക്സാം ഒക്കെ അടുക്കുന്ന സമയത്ത് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഓണം എക്സാം സെറ്റാണ്, ക്രിസ്മസ് എക്സാം സെറ്റാണ്, ആനുവൽ എക്സാം സെറ്റാണ്. അപ്പോൾ ഈ അവസരം മിസ്സാക്കാതെ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. യെസ്, ആൻഡ് മാക്സിമം ഫ്രണ്ട്സിനും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർ കൂടെ ജോയിൻ ചെയ്തിട്ട് നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാം, ഈ എക്സാം അങ്ങ് പൊളിച്ചെടുക്കാം അല്ലേ. ആൻഡ് അടുത്ത കാര്യം എനിക്ക് എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ, അടുത്ത സന്തോഷമായിട്ടുള്ള ഒരു വാർത്ത എന്താണെന്ന് വെച്ചാൽ, കണ്ടോ 5 ലക്കി വിന്നേഴ്സിന് ഇവിടെ കിട്ടാൻ പോകുന്നത് ഒരു സ്മാർട്ട് വാച്ചും നമ്മുടെ സൈലത്തിന്റെ ബാഗുമാണ് കേട്ടോ. എന്തിനെന്നറിയോ, ഇന്ന് തുടങ്ങി ഓഗസ്റ്റ് 31 വരെ ഇതിനിടയിലായിട്ട് നമ്മളെ ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് നമ്മൾക്ക് എല്ലാ ക്ലാസ്സുകൾക്കും 4 to 12 സ്റ്റേറ്റിലുള്ള എല്ലാ കുട്ടികൾക്കും എന്ത് കിട്ടാൻ പോവാണ്, ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന 5 ലക്കി വിന്നേഴ്സിന് ഒരു വാച്ചും കിട്ടുന്നുണ്ട്, സ്മാർട്ട് വാച്ചും കിട്ടാൻ പോകുന്നുണ്ട്. ആൻഡ് ഓൾസോ നമ്മുടെ സൈലത്തിന്റെ സൂപ്പർ കിഡിലൻ ബാഗ് കൂടെ കിട്ടാൻ പോവാണ്. ഓക്കെ, സോ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് തന്നെ ജോയിൻ ചെയ്തു. ഇനിയൊന്നും കാത്തിരിക്കേണ്ട, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ സൈലം ടീച്ചേഴ്സ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, സോ ഇതേപോലെയുള്ള മോർ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഒക്കെ വേണമെങ്കിൽ ഇനി എക്സാം ടൈം അടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടാനുണ്ടല്ലോ. ഓരോ ചാപ്റ്റേഴ്സിന് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, കാര്യങ്ങൾ, അപ്ഡേറ്റ്സ് ഒക്കെ അറിയണം. അപ്പം ഈ അപ്ഡേറ്റ്സ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ഫ്രണ്ട്സിനോടും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യാം കേട്ടോ. ഇനി നിങ്ങൾ എന്താണ് മിസ്സിൻ്റെ കയ്യിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നതെന്നുള്ള കാര്യം താഴെ കമൻറ്റ് ബോക്സിൽ, നിങ്ങൾക്ക് ഓണം എക്സാമിനൊക്കെ എന്ത് കാര്യമാണ് വേണ്ടതെന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ആൻഡ് ഈ ഒരു വീഡിയോ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാര്യം കൂടെ ഐഷ മിസ്സിൻ്റെ ഫേവറേറ്റ് ഫ്ലവേഴ്സോട് കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ സീ യു, ബൈ ബൈ.